ആകാശത്ത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു യുദ്ധവിമാന സ്ക്വാഡ്രോൺ അല്ല, മിസൈൽ മഴയുമല്ല, മറിച്ച് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മാത്രം കാണാറുള്ള ഒരു ജെല്ലി ഫിഷിനെ പോലെ രൂപമെടുത്ത ഒരു വിചിത്ര വസ്തു. എന്നാൽ അത് സമുദ്രത്തിലല്ല, ആയിരക്കണക്കിന് അടി ഉയരത്തിൽ ഇറാന്റെ ആകാശത്ത് പറക്കുകയായിരുന്നു. അമേരിക്കൻ F-50 യുദ്ധവിമാന പൈലറ്റിന്റെ കണ്ണിൽ പതിഞ്ഞ ഈ കാഴ്ച ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന്റെ വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ടു മുമ്പായിരുന്നു. ഇത് യുദ്ധത്തിന്റെ ആഘാതത്തിൽ കണ്ട ഒരു ഭ്രമമായിരുന്നോ, അതോ ഭാവിയിലെ വ്യോമയുദ്ധങ്ങളുടെ മുഖം മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഇറാന്റെ രഹസ്യ ജെല്ലി ഫിഷ് ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ആദ്യ ദൃശ്യമായിരുന്നു? ഇറാന്റെ പുതിയ വായുസേനാ തന്ത്രങ്ങളുടെയും അന്താരാഷ്ട്ര സുരക്ഷാ ഏജൻസികളെ പോലും ഞെട്ടിച്ച ജെല്ലി ഫിഷ് ഡ്രോൺ എന്ന ആ ഒരു അജ്ഞാത സാങ്കേതിക വിദ്യയുടെയും പശ്ചാത്തലത്തിലേക്ക് ഈ രംഗം വഴിമാറുകയാണ്. പശ്ചിമേഷ്യയിലെ ആകാശത്ത് അമേരിക്കൻ ഇസ്രയേൽ സഖ്യസേനയ്ക്ക് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന അദൃശ്യ വിമാനങ്ങൾ വെറുമൊരു കഥയല്ല, മറിച്ച് റഡാറുകളെ പോലും വെട്ടിക്കാൻ ശേഷിയുള്ള ഇറാന്റെ അത്യാധുനിക പ്രതിരോധ ഗവേഷണങ്ങളുടെ ഫലമാണെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ശത്രു വിമാനങ്ങളെ നിഷ്പ്രഭമാക്കുന്ന വിദ്യയാണ് ഈ പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് പിന്നിലുള്ളത്. അയത്തുള്ള ഖംനിയുടെ വിലാപയാത്രയോടനുബന്ധിച്ച് ടെഹ്റാനിലും മറ്റ് തന്ത്രപ്രധാന നഗരങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്ന അസാധാരണമായിട്ടുള്ള വ്യോമ സുരക്ഷയ്ക്ക് പിന്നിലും ഇത്തരം അദൃശ്യ ഡ്രോണുകളുടെ സാന്നിധ്യമുണ്ട് എന്നാണ് സൂചനകൾ. റഷ്യ, ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ വൻ ശക്തികളുടെ നേതാക്കൾ ഒത്തുചേരുന്ന ഈ വേദിയിൽ തങ്ങളുടെ അത്യാധുനിക ആയുധശേഷി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇറാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നുണ്ട്. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ആ ഒരു വിചിത്ര രൂപം വെറും ഒരു തുടക്കം മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് നിലവിലെ നീക്കങ്ങൾ. അമേരിക്കയുടെ ചാരക്കണ്ണുകളെയും ഉപഗ്രഹ നിരീക്ഷണങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ വികസിപ്പിച്ചെടുത്ത ഈ ഒരു ആകാശ ജീവികൾ ഭാവിയിലെ യുദ്ധങ്ങളുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ പോന്നവയാണ്. കേവലം ഒരു സംസ്കാര ചടങ്ങിന് കവചമൊരുക്കുക എന്നതിനപ്പുറം തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഏതൊരു വൻശക്തിയെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ തങ്ങൾ സജ്ജരാണ് എന്ന പ്രഖ്യാപനമാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. പശ്ചിമേഷ്യൻ ആകാശത്തെ ഈ ഒരു നിഗൂഢതകളെയും ഇറാന്റെ മാസ്റ്റർ പ്ലാനിന്റെയും ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ലോക സൈനിക സാങ്കേതിക വിദ്യയുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്ന അതീവ നിഗൂഢവും അതേസമയം ആശങ്കാജനകവുമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് അടുത്തിടെ അമേരിക്കൻ രഹസ്യാന്വേഷണ സമൂഹത്തെ പോലും ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. ഇറാനുമായി ഉണ്ടായ സംഘർഷത്തിനിടെ വെടിയേറ്റ് തകർന്ന അമേരിക്കൻ F-50 യുദ്ധവിമാനത്തിലെ പൈലറ്റ് നൽകിയ സാക്ഷിമൊഴിയാണ് ഇപ്പോൾ സൈനിക ലോകത്തെ അല്ലെങ്കിൽ ആ ലോകങ്ങളുടെ ചർച്ച എന്ന് പറയുന്നത്. പൈലറ്റിന്റെ മൊഴി പ്രകാരം ആകാശത്ത് നിരവധി ഇറാനിയൻ ഡ്രോണുകൾ ഒരുമിച്ച് പറക്കുകയായിരുന്നു. എന്നാൽ അവ സാധാരണ ഡ്രോണുകളുടെ കൂട്ടമായിരുന്നില്ല, മറിച്ച് ഒരു ജെല്ലി ഫിഷിനെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഒരൊറ്റ ജീവിയെ പോലെ അവ നീങ്ങുകയായിരുന്നു. വലിയ ഡ്രോണുകളുടെ താഴെ ചെറിയ ഡ്രോണുകൾ കാലുകൾ പോലെ തൂങ്ങിയ നിലയിലായിരുന്നു. അതീവ കൃത്യതയോടെ ഏകീകൃതമായിട്ട് സഞ്ചരിച്ചുവെന്നും പൈലറ്റ് വിവരിച്ചു. ഈ വിവരണം അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ചു. ചിലർ ഇതിനെ യഥാർത്ഥ അന്യഗ്രഹ ജീവികളെ പോലെയുള്ള കാഴ്ച എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ കൗതുകമാർന്ന വശം, ഇത്തരമൊരു സാങ്കേതിക വിദ്യ ഇറാന്റെ കൈവശമുണ്ടെങ്കിൽ അത് നിലവിലെ വ്യോമയുദ്ധ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുദ്ധവിമാനങ്ങൾക്കെതിരായിട്ടുള്ള പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങൾ പ്രധാനമായിട്ടും ഒറ്റ ഡ്രോണുകളായോ ചെറിയ കൂട്ടങ്ങളായോ നേരിടാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ പരസ്പരം ആശയവിനിമയം നടത്തി സ്വയം ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഡ്രോണുകളുടെ ഒരു ജീവിച്ചിരിക്കുന്ന കൂട്ടം ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതിനെ നേരിടുക അതീവ ദുഷ്കരമായേക്കാം. സംഭവത്തിൽ അമേരിക്കൻ F-50 വിമാനം എങ്ങനെ തകർന്നു എന്നത് സംബന്ധിച്ച് അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. എങ്കിലും ഈ പ്രാഥമിക വിലയിരുത്തലുകൾ പ്രകാരം ഈ ഒരു വിചിത്ര ഡ്രോൺ രൂപീകരണം അമേരിക്കൻ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരിക്കാമെന്നാണ് ചില ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്യാധുനിക വ്യോമയുദ്ധ ചരിത്രത്തിൽ ഒരു നിർണായക വഴിത്തിരിവായിരിക്കും അത്. അതേസമയം തന്നെ പൈലറ്റിന്റെ മൊഴിയെക്കുറിച്ച് അമേരിക്കൻ ഇന്റലിജൻസ് സമൂഹത്തിനകത്ത് തന്നെ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ അത്യന്തം സമ്മർദ്ദപൂർണമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് പൈലറ്റ് കടന്നുപോയത്. വിമാനം തകർന്നതിന്റെ ആഘാതവും മരണഭീതിയും അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തെ സ്വാധീനിച്ചിരിക്കാമെന്ന വാദവും ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം കണ്ടത് അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയാണോ, പരീക്ഷണാടിസ്ഥാനത്തിൽ വിന്യസിച്ച ഒരു രഹസ്യ സംവിധാനമാണോ, അല്ലെങ്കിൽ മരുഭൂമിയിലെ അദൃശ്യ വൈകല്യങ്ങളിൽ ഒന്നായിരുന്നോ എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല.
എന്നിരുന്നാലും പൈലറ്റ് വിവരിച്ച സാങ്കേതിക വിദ്യയ്ക്ക് സൈനിക രംഗത്ത് വ്യക്തമായിട്ടുള്ള ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ട്. അതാണ് വൺ ടു മെനി മെഷ് നെറ്റ്വർക്കിംഗ് എന്ന ആശയം. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു ഓപ്പറേറ്റർക്ക് ഒരേ സമയം നിരവധി ഡ്രോണുകളെ നിയന്ത്രിക്കാനും ഡ്രോണുകൾക്ക് പരസ്പരം വിവരങ്ങൾ കൈമാറാനും സ്വയം തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. ഒരു ഡ്രോൺ തകർന്നാലും ബാക്കിയുള്ളവയുടെ പ്രവർത്തനം തടസ്സപ്പെടില്ല. പകരം അവ സ്വയം പുതിയ രൂപീകരണം സൃഷ്ടിച്ച് ദൗത്യം തുടരാൻ പ്രാപ്തരാകും. ലോകത്തിലെ പ്രധാന സൈനിക ശക്തികളായിട്ടുള്ള അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ വർഷങ്ങളായിട്ട് ഡ്രോൺ സ്വാരം സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ നിക്ഷേപങ്ങളാണ് നടത്തുന്നത്. നിരവധി റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനും റഷ്യയുടെയും ചൈനയുടെയും സാങ്കേതിക സഹായത്തോടെ സ്വന്തം ഡ്രോൺ പദ്ധതികളെ ഗണ്യമായിട്ട് മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ച ഇറാനിയൻ ഷാഹിദ് ഡ്രോണുകൾ ഇതിനോടകം തന്നെ ലോക ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഉയർന്ന പുതിയ വെളിപ്പെടുത്തലുകൾ ശരിയാണെങ്കിൽ ഇറാൻ വെറും ആക്രമണ ഡ്രോണുകളുടെ നിർമ്മാതാവ് മാത്രമല്ല, ഭാവിയിലെ കൃത്രിമ ബുദ്ധി അധിഷ്ഠിത സ്വാം യുദ്ധ സാങ്കേതിക വിദ്യകളിലൂടെ മുന്നേറുകയാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഡ്രോൺ സ്വാം എന്ന സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ഭീഷണി അതിന്റെ ചെലവ് കുറവും നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഉയർന്ന പ്രതിരോധ ചെലവുമാണ്. ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ച് താരതമ്യേന കുറഞ്ഞ വിലയുള്ള ഡസൻ കണക്കിന് ഡ്രോണുകളെ തകർക്കേണ്ട സാഹചര്യം പ്രതിരോധ സേനകൾക്ക് വലിയ വെല്ലുവിളിയാകും. ഒരൊറ്റ കൂട്ടം ഡ്രോണുകൾക്ക് സ്വയം പെരുമാറ്റം വരുത്താനും ആക്രമണത്തിന്റെ ദിശ മാറ്റാനും ചില ഡ്രോണുകളെ ബലി നൽകി മറ്റുള്ളവയെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും കഴിഞ്ഞാൽ നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾ പോലും അപര്യാപ്തമാകും എന്നതിൽ സംശയമില്ല. ഇറാനുമായിട്ടുള്ള പുതിയ നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വെളിപ്പെടുത്തൽ അമേരിക്കയ്ക്ക് അധിക സമ്മർദ്ദം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം ആണവ പദ്ധതികൾക്ക് പുറമെ ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയും ഭാവി ചർച്ചകളിൽ പ്രധാന വിഷയമാകുമെന്ന സൂചനകൾ ശക്തമാണ്. ചുരുക്കത്തിൽ അമേരിക്കൻ F-50 യുദ്ധവിമാനത്തിലെ പൈലറ്റ് ആകാശത്ത് കണ്ടതായിട്ട് പറയുന്ന ജെല്ലി ഫിഷ് ആകൃതിയിലുള്ള ആ നിഗൂഢ ഡ്രോൺ കൂട്ടങ്ങൾ പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമാണോ അതോ കടുത്ത സമ്മർദ്ദത്തിൽ ഉണ്ടായ ഈ ദൃശ്യഭ്രമമാണോ എന്ന ചോദ്യത്തിന്മേലുള്ള തർക്കങ്ങൾ ഇന്റലിജൻസ് വൃത്തങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ്. ഔദ്യോഗികമായിട്ട് ഇതിനൊരു സ്ഥിരീകരണം നൽകാൻ അമേരിക്ക മടിക്കുമ്പോഴും ഒരു കാര്യം തർക്കമില്ലാതെ വ്യക്തമാണ്: ആഗോള വ്യോമയുദ്ധങ്ങളുടെ ചരിത്രം ഇനി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല. പരമ്പരാഗത യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഉപയോഗിച്ച് അതിർത്തികൾ സംരക്ഷിച്ചിരുന്ന കാലം അതിവേഗം കടന്നു പോവുകയാണ്. കൃത്രിമ ബുദ്ധിയും അത്യാധുനിക അൽഗോരിതങ്ങളും നിയന്ത്രിക്കുന്ന ആയിരക്കണക്കിന് സ്വയംഭരണ ഡ്രോണുകൾ തമ്മിലുള്ള അദൃശ്യമായിട്ടുള്ള ഏറ്റുമുട്ടലുകളായിരിക്കും ഇനി ഭാവിയുടെ പോരാട്ട വീര്യം നിശ്ചയിക്കുക.